രണ്ടാം വർഷ സുവോളജി ക്ലാസ്സിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ 3 വീഡിയോയിൽ നമ്മൾ ആദ്യത്തേതിനകത്ത് നമ്മൾ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചിരുന്നു, മേജർ ഇവൻറ്റ്സ് ഒക്കെ പഠിച്ചിരുന്നു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചു. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ള മേജർ ഇവൻറ്റ്, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു ഇവൻറ്റ്സ് ഇൻ ദിസ് ചാപ്റ്റർ, മേജർ ടോപ്പിക്സ് ഇൻ ദിസ് ചാപ്റ്റർ. അതിലെ 4ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗമീറ്റോജെനിസിസ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഗമീറ്റോജെനിസിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എന്താണ് ഡെഫിനിഷൻ എന്ന് നമ്മൾ ആദ്യ ക്ലാസ് പഠിച്ചിരുന്നു. It is a process of formation of male and female gametes from the gonads. അപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും പ്രത്യുൽപാദന അവയവങ്ങളിൽ നിന്ന് അവരുടെ ഗമീറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗമീറ്റോജെനിസിസ് എന്ന് വിളിച്ചു. See, listen here, gametogenesis involves 2 processes. They are, first one is spermatogenesis and the second one is oogenesis. ഗമീറ്റോജെനിസിന് 2 പ്രക്രിയയുണ്ട്. പുരുഷനിൽ നടക്കുന്ന ഗമീറ്റോജെനിസിനെ നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്നും സ്ത്രീയിൽ നടക്കുന്ന ഗമീറ്റോജെനിസിനെ നമ്മൾ ഊജെനിസിസ് എന്നും വിളിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ സ്പെർമാറ്റോജെനിസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, സ്പെർമാറ്റോജെനിസിസ് ഈസ് എ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെയിൽ ഗമീറ്റ്, ദാറ്റ് ഈസ് എ സ്പേം, ഫ്രം ദ ടെസ്റ്റിസ് അറ്റ് ദ പ്യൂബർട്ടി. എന്ന് വെച്ചാൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി പ്രായപൂർത്തി എത്തുമ്പോൾ അവൻ്റെ റിപ്രൊഡക്റ്റീവ്ലി മെച്യൂർ ആകുന്ന സമയത്ത് അവൻ്റെ ശരീരത്തിലെ ടെസ്റ്റിസിൽ നിന്ന് സ്പേം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് വിളിക്കും. റൈറ്റ്. അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഡെഫിനിഷൻ സ്ക്രീനിലുണ്ട്, നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യണം, എഴുതി വരണം. കൂടെ നോട്ട്ബുക്ക് വെക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കൂടെ എഴുതി വരണം. അപ്പോൾ സ്പെർമാറ്റോജെനിസിസ് എന്താണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, സ്പെർമാറ്റോജെനിസിനകത്ത് 2 സ്റ്റെപ്പുകളുണ്ട്. സ്പെർമാറ്റോജെനിസിസ് എവിടെയാണ് നടക്കുന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. നോക്കി, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടെസ്റ്റിസിനെ കുറിച്ച് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പോൾ നമ്മൾ ടെസ്റ്റിസിനകത്ത് നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉൾഭാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഉൾഭാഗത്തെ കവർ ചെയ്യുന്ന 2 ലൈൻ ചെയ്യുന്ന 2 തരത്തിലുള്ള സെൽസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്ന് ജെർമിനൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ ജെർമിനൽ സെൽസും 2 സെറ്റോളി സെൽസുമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ ജെർമിനൽ സെൽസിനകത്ത് കാണുന്ന ഡിപ്ലോയിഡ് സെല്ലുകളുണ്ട്. ഡിപ്ലോയിഡ് എന്ന വാക്കുകൾ മനസ്സിലാക്കണം. ഫുൾ സെറ്റ് ഓഫ് ക്രോമസോംസ്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 46 ക്രോമസോംസ് അല്ലെങ്കിൽ 23 പെയേഴ്സ് ഓഫ് ക്രോമസോംസ് ആണുള്ളത്. അപ്പോൾ 23 ജോഡി ക്രോമസോംസ് ഉള്ള അല്ലെങ്കിൽ 46 ക്രോമസോം ഉള്ള ഒരു സെല്ലിനെ നമ്മൾ ഡിപ്ലോയിഡ് സെല്ലെന്ന് വിളിക്കും. 2n എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്ലോയിഡ് സെല്ലുകളെയാണ് നമ്മൾ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെൽസ് എന്ന് വിളിക്കും. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിലുള്ള സ്പേം ആകാൻ പോകുന്ന ഡിപ്ലോയിഡ് സെല്ലുകളെയാണ് നമ്മൾ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെല്ല് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെല്ല് ഏത് കണ്ടീഷനിലാണ്? ഡിപ്ലോയിഡ് കണ്ടീഷനിലിരിക്കുന്ന സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെൽ, സ്പെർമാറ്റോഗോണിയ ഓർ സ്പേം മദർ സെൽ. അപ്പോൾ ഈ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെല്ലാണ് സ്പെർമാറ്റോജെനിസിസിൽ പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഈ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജെനിസിനകത്ത് 2 ഫേസസ് ഉണ്ട്. 2 ഫേസസ് ആർ പ്രസൻറ്റ്. The 2 phases are, first phase is called as formation of spermatid. Formation of spermatid is the first phase. And the second phase is called as spermiogenesis. രണ്ടാമത്തെ ഫേസിനെ നമ്മൾ സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കും. ഐ എം റിപ്പീറ്റിംഗ്, spermatogenesis includes 2 phases. The 2 phases are, first one is formation of spermatid and the second one is spermiogenesis. Right? അപ്പോൾ ആദ്യത്തെ ഫേസ് നമ്മൾ പഠിക്കാൻ പോകുക ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്. അപ്പോൾ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡിനകത്ത് എവിടെയാണ്? സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെൽ എന്ന് പറയുന്ന ഡിപ്ലോയിഡ് സെല്ലിനകത്താണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ഫേസ് ആണ് ഇത് നമ്മളിപ്പോൾ എഴുതിയ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്. നോക്കി, ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻക്ലൂഡ്സ് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ്. വളരെ സ്പെസിഫിക്കായി മനസ്സിലാക്കണം. ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻക്ലൂഡ്സ് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ്. ആവർത്തിച്ച് മൈറ്റോസിസ് നടക്കും. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ മൈറ്റോസിസ് മിയോസിസ് പഠിച്ചിട്ടുണ്ട്, സെൽ ഡിവിഷനാണ്. അപ്പോൾ അതിലൊരു കാര്യം മനസ്സിലാക്കണം, മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സെല്ല് 2 സെല്ലായി ഡിവൈഡ് ചെയ്യുന്നു. ഒരു സെല്ല് 2 സെല്ലായി ഡിവൈഡ് ചെയ്യുന്നു. 2 സെല്ലായി ഡിവൈഡ് ചെയ്യുമ്പോൾ റിസൾട്ടിങ് സെല്ലുകളെ നമ്മൾ ഡോട്ടർ സെൽസ് എന്നും, ഏത് സെല്ലാണോ ഡിവൈഡ് ചെയ്ത് അതിനെ പേരൻറ്റ് സെല്ലെന്ന് വിളിക്കും. അപ്പോൾ ഒരു പേരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു. ഈ 2 ഡോട്ടർ സെൽസിലും പേരൻറ്റ് സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ടോ അത്രയും ക്രോമസോം തന്നെ ഉണ്ടായിരിക്കും.
ക്രോമസോം നമ്പറിൽ യാതൊരു വ്യത്യാസവും സെൽ ഡിവിഷനിൽ സംഭവിക്കുന്നില്ല എങ്കിൽ ദാറ്റ് ഡിവിഷൻ ഈസ് കോൾഡ് ആസ് മൈറ്റോസിസ്. റൈറ്റ്? അപ്പോൾ എന്താ മൈറ്റോസിസ് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നടക്കുന്ന നോക്കിയേ, സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെല്ലിൽ നടക്കുന്ന ഡിവിഷൻ എങ്ങനെയുള്ള ഡിവിഷൻ എന്നാണ് പറഞ്ഞത്? റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. അത് എത്ര പ്രാവശ്യം നടക്കും എന്നുള്ളതിനെക്കുറിച്ച് അൺസർട്ടൺ ആണ്, വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. നമ്പർ ഓഫ് ടൈംസ് നടക്കുന്നു. അപ്പോൾ എനിവേ നോക്കൂ, സ്പെർമാറ്റോഗോണിയയ്ക്കകത്ത് റിപ്പീറ്റഡ് മൈറ്റോസിസ് നടക്കുന്നു. ആദ്യം ഒരു മൈറ്റോസിസ് നടന്നു, നോക്കൂ, 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്തു. ഞാൻ പറഞ്ഞു ക്രോമസോം മൈറ്റോസിസ് ആയതുകൊണ്ട് ക്രോമസോം നമ്പറിൽ യാതൊരു വ്യത്യാസമില്ല. 2 ഡിപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ്. These 2 diploid cells again undergoes mitosis. Repeated mitosis ആണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നോക്കിയേ, അഗെയിൻ 2 സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 4 സെല്ലായി മാറുന്നു. 4 cells are formed. Again these 4 cells are diploid in condition. നോക്കിയേ, ഇത് ഏത് കണ്ടീഷനിലാണ്? ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ്. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു ഘട്ടത്തിൽ ഈ മൈറ്റോസിസ് നിൽക്കും. അപ്പോൾ മൈറ്റോസിസ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ മൈറ്റോസിസ് നിന്നതിന് ശേഷമുള്ള ഒരു ഡിപ്ലോയിഡ് സെൽ, ഈ ഡിപ്ലോയിഡ് സെല്ലിനെ നമ്മൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കും. എന്ത് പേരാ വിളിക്കുക? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. നോക്കിയേ, ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സ്റ്റിൽ ഇൻ ഡിപ്ലോയിഡ് കണ്ടീഷൻ. ഏത് കണ്ടീഷനിലാണ്? ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. അപ്പോൾ മൈറ്റോസിസ് കഴിഞ്ഞു, ഒരു ഫേസ് കഴിഞ്ഞു. നോക്കിയേ, ദ സെക്കൻഡ് വൺ ഈസ് ദിസ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, ദിസ് ഡിപ്ലോയിഡ് സെൽ അണ്ടർഗോസ് മിയോസിസ്. എന്തിന് വിധേയമാകുന്നു? മിയോസിസിന് വിധേയമാകുന്നു. അപ്പോൾ എന്താ മിയോസിസ്? മൈറ്റോസിസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ലിസൺ ഹിയർ, മിയോസിസ് ഈസ് റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസ് എന്ന് വെച്ചാൽ എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ. എന്താ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വെച്ചാൽ, പേരൻറ് സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ടോ അതിൻ്റെ പകുതി ക്രോമസോം മാത്രമേ എവിടെ കാണൂ? ഡോട്ടർ സെൽസിൽ കാണൂ. അപ്പോൾ അവിടെയും വ്യക്തമായി കാണില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതവിടെ ഇരിക്കട്ടെ. ഒന്നുകൂടെ എന്നെ ശ്രദ്ധിച്ചേ, മിയോസിസിനകത്ത് 2 ഡിവിഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് മിയോസിസ് 1 ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മിയോസിസ് 2. ഇവിടെ ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ മിയോസിസ് 1ഉം 2ഉം അല്ലെങ്കിൽ ഈ 2 ഡിവിഷൻസും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഒരു മിയോസിസ് എന്ന് പറയുന്നത്. അല്ല 2 മിയോസിസ് എന്ന് പഠിക്കരുത്. ഒറ്റ മിയോസിസേ ഉള്ളൂ. ഒരു മിയോസിസിനകത്ത് 2 ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? മിയോസിസ് 1ഉം ഉണ്ട്, മിയോസിസ് 2ഉം ഉണ്ട്. ദിസ് മിയോസിസ് 1 ഈസ് ആക്ച്വലി റിഡക്ഷൻ ഡിവിഷൻ. ഈ മിയോസിസ് 1 റിഡക്ഷൻ ഡിവിഷനാണ്. എന്താ റിഡക്ഷൻ ഡിവിഷൻ എന്ന് വെച്ചാൽ, പേരൻറ്റിൽ എത്ര ക്രോമസോം ഉണ്ടോ അതിൻ്റെ നേർപകുതി ക്രോമസോം മാത്രമേ ഡോട്ടർ സെൽസിൽ കാണൂ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി ഒരു മിയോസിസ് ഒന്ന് വരച്ച് നോക്കാം. നോക്കിയേ, ഒരു ഡിപ്ലോയിഡ് സെല്ലിനകത്ത് മിയോസിസ് നടക്കാൻ പോവാം. മിയോസിസിനകത്ത് മിയോസിസ് 1 നടക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് മിയോസിസ് 1. മിയോസിസ് 1 നടക്കുമ്പോൾ 2 സെല്ല് ഫോം ചെയ്യും. 2 ഡോട്ടർ സെൽസ് ആർ ഫോംഡ്. സി, ദിസ് ഈസ് 2n, ഫുൾ സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ട്. അതിൻ്റെ ഹാഫ് ദ സെറ്റ് മാത്രമേ എവിടെ കാണത്തുള്ളൂ? പേരൻറ്റിൽ കാണൂ. ഹാഫ് ദ സെറ്റ് മാത്രമേ കാണത്തുള്ളെങ്കിൽ എന്ന് വെച്ചാൽ എത്രയാ? ഇതിനകത്ത് n നമ്പർ ഓഫ് 2n/2. 2n/2 ആണല്ലോ ഹാഫ്. അപ്പോൾ 2nൽ നിന്ന് അതിൻ്റെ ഹാഫ് എടുത്താൽ n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള 2 സെൽസ് ഫോം ചെയ്യും. ഇത് ഞാൻ ഹ്യൂമൻ ബീയിങ്സിനെ ഒരു എക്സാമ്പിളാക്കി പറഞ്ഞാൽ ശ്രദ്ധിക്കൂ. ഇൻ ഹ്യൂമൻ ബീയിങ്സ് ദർ ആർ 46 ക്രോമസോംസ് ആർ പ്രസൻറ്റ്. നമ്മുടെ എല്ലാ സെല്ലുകളും ഡിപ്ലോയിഡ് ആണ്. അതിനകത്ത് റിപ്രൊഡക്റ്റീവ് സെൽസ് ഒഴികെ ബാക്കിയെല്ലാം ഡിപ്ലോയിഡ് ആണ്. അതിനകത്ത് 46 ക്രോമസോംസ് ഉണ്ട്. ഈ 46 ക്രോമസോംസ് ഉള്ള ഒരു സെല്ല് മിയോസിസ് 1ന് വിധേയമായാൽ 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. 2-നകത്തും എത്ര വീതമേ കാണത്തുള്ളൂ? 23 വീതമേ കാണൂ. ഇതാണ് മിയോസിസ് 1. ഇനി നോക്കിയേ, മിയോസിസ് 1 കൊണ്ട് തീരത്തില്ലല്ലോ. മിയോസിസിനകത്ത് 2 ഡിവിഷൻസ് ഇല്ലേ? അപ്പോൾ മിയോസിസ് 2 നടക്കണം. ഇതിലെ ഓരോ സെല്ലും വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്യണം. ഓരോ സെല്ലും വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു മിയോസിസ് തീരുമ്പോൾ ഒരു സെല്ലിൽ നിന്ന് 4 സെല്ലുകൾ ഫോം ചെയ്യുന്നു. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. മിയോസിസ് 2 ഈസ് മൈറ്റോസിസ്. മിയോസിസ് 2 ഈസ് മൈറ്റോസിസ് എന്ന് വെച്ചാൽ, മൈറ്റോസിസിനകത്ത് ഞാൻ പറഞ്ഞു പേരൻറ് സെല്ലിൽ എത്ര ക്രോമസോം ഉണ്ടോ അത്രയും ക്രോമസോം തന്നെ ഡോട്ടർ സെൽസിൽ ഉണ്ടെങ്കിൽ അത് മൈറ്റോസിസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, മിയോസിസ് 2 ഈസ് മൈറ്റോസിസ് എന്ന് വെച്ചാൽ ഇവിടെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഈ സെല്ല്, n നമ്പർ ഓഫ് ക്രോമസോം ഉള്ള ഈ സെല്ല് വീണ്ടും 2 സെല്ലായി ഡിവൈഡ് ചെയ്യും. 2-നകത്തും n നമ്പർ ഓഫ് ക്രോമസോം കാണും. ഇവിടെയും n നമ്പർ ഓഫ് ക്രോമസോം ഉള്ള ഈ സെല്ല് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ നോക്കിയേ, മൊത്തം 4 ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്തു. എത്ര ഡിവിഷൻ നടന്നു? 2 ഡിവിഷനാണ്. മിയോസിസ് 1 നടന്നു, മിയോസിസ് 2 നടന്നു. ഈ മിയോസിസ് 1നെയും മിയോസിസ് 2നെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒരു സിംഗിൾ മിയോസിസ് എന്ന് വിളിക്കുന്നത്. എന്ത് പേര് വിളിക്കും? ഒരു മിയോസിസ്. അപ്പോൾ കാര്യം മനസ്സിലായോ? മിയോസിസ് എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ മനസ്സിലായെങ്കിൽ അത് വിട്ടേക്കു, തിരിച്ചു വരൂ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വരും. മിയോസിസ് പഠിച്ചു. ഇവിടെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡ് ഫേസ് ഓഫ് ഡിവിഷനിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് ഫേസ് ഓഫ് ഡിവിഷനിൽ നടക്കേണ്ട എന്താണ്? മിയോസിസ് ആണ്. മിയോസിസിലെ നോക്കിയേ, ഫസ്റ്റ് വൺ ഈസ് മിയോസിസ് 1.
ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് പറഞ്ഞ ഡിപ്ലോയിഡ് സെല്ല് മിയോസിസ് വണ്ണിന് വിധേയമാകും. ഓക്കെ, എന്നിട്ട് 2 cells are formed. 2 daughter cells are formed. ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ഇത് റിഡക്ഷൻ ഡിവിഷനാണ്. പേരൻറ്റിൽ എത്ര ക്രോമസോം ഉണ്ടോ അതിൻ്റെ പകുതി ക്രോമസോം മാത്രമേ എവിടെ കാണുള്ളൂ, ഡോട്ടർ സെൽസിൽ കാണൂ. അപ്പോൾ 2n/2 അല്ലേ. അപ്പോൾ 2n ഉള്ള പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകൾ ഫോം ചെയ്തു. അതിനകത്ത് n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള 2 ഹാപ്ലോയിഡ് സെല്ലുകൾ ഫോം ചെയ്തു. അപ്പോൾ 2n ഡിപ്ലോയിഡ് ആണ്, അതിനകത്ത് 2 ഹാപ്ലോയിഡ് സെല്ലുകൾ ഫോം ചെയ്തു. ഓക്കെ, ദീസ് 2 ഹാപ്ലോയിഡ് സെൽസ് ആർ കോൾഡ് ആസ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ്. ഇതിനെ നമ്മൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് എന്ന് വിളിച്ചു. ദീസ് 2 സെൽസ് ആർ കോൾഡ് ആസ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ്. അപ്പോൾ മിയോസിസ് 1 കഴിഞ്ഞുള്ളൂ, മിയോസിസ് മൊത്തം കഴിഞ്ഞില്ല. മിയോസിസിനകത്ത് ഒരു ഡിവിഷനും കൂടെ ബാക്കിയുണ്ട്. ദ സെക്കൻഡ് ഡിവിഷൻ ഈസ് മിയോസിസ് 2. രണ്ടാമത്തെ ഡിവിഷനെ നമ്മൾ മിയോസിസ് 2 എന്ന് വിളിക്കും. ഓക്കെ, മിയോസിസ് 2-ൽ ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റും മിയോസിസ് 2-ന് വിധേയമായി 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ശ്രദ്ധിക്കണം, 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്തു എന്ന് വെച്ചാൽ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സെല്ലുകൾ ഫോം ചെയ്യുന്നു. മിയോസിസ് 2 മൈറ്റോസിസ് ആണെങ്കിൽ ക്രോമസോം നമ്പറിൽ ഒരു വ്യത്യാസമില്ല. ക്രോമസോം നമ്പറിൽ വ്യത്യാസമില്ല എന്ന് വെച്ചാൽ n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള 4 സെല്ല് ഫോം ചെയ്തു. റൈറ്റ്, ദീസ് 4 സെൽസ് ആർ കോൾഡ് ആസ് സ്പെർമാറ്റിഡ്സ്. ഇതിനെ നമ്മൾ സ്പെർമാറ്റിഡ്സ് എന്ന് വിളിച്ചു. ഈ 4 സെല്ലുകളെ സ്പെർമാറ്റിഡ്സ് എന്ന് വിളിച്ചു. അപ്പോൾ നോക്കിയേ, മിയോസിസും കൂടെ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ആണ് ഫസ്റ്റ് ഫേസ് എന്ന് നമ്മൾ പറഞ്ഞു. സ്പെർമാറ്റോജെനിസിസിനകത്ത് 2 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഫേസ് ഈസ് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്പെർമിയോജെനിസിസ്. അതിലെ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇപ്പോൾ നോക്കി നമ്മൾ ബോഡിയിൽ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. എന്താ സംഭവിച്ചത്? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റോഗോണിയ റിപ്പീറ്റഡ് മൈറ്റോസിസിന് വിധേയമായി ഒരു ഘട്ടത്തിൽ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമുള്ള ഡിപ്ലോയിഡ് സെല്ലിനെ നമ്മൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിച്ചു. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് രണ്ടാമത്തെ ഡിവിഷനായ മിയോസിസിന് വിധേയമായി. മിയോസിസിൽ 2 ഡിവിഷനുണ്ട്, മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അതിൽ മിയോസിസ് 1 റിഡക്ഷൻ ഡിവിഷനാണ്. റിഡക്ഷൻ ഡിവിഷനകത്ത് നോക്കിയേ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് റിഡക്ഷൻ ഡിവിഷന് വിധേയമായി n നമ്പർ ഓഫ് ക്രോമസോംസ് അല്ലെങ്കിൽ ആപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ് ഉള്ള 2 സെല്ല് ഫോം ചെയ്തു. അതിനെ നമ്മൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിച്ചു. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 2-ന് വിധേയമാകുന്നു. മിയോസിസ് 2-നകത്ത് ക്രോമസോം നമ്പറിൽ വ്യത്യാസമില്ല, മൈറ്റോസിസ് ആണ് അതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് 2 ഡിവൈഡ് ചെയ്ത് 4 സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്തു. ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്. ഇനി നോക്കിയേ, സ്പെർമാറ്റോജെനിസിസിൻ്റെ രണ്ടാമത്തെ ഫേസ് ഞാൻ എന്താ പറഞ്ഞത്? സ്പെർമിയോജെനിസിസ് എന്ന് വിളിച്ചു. എന്താ സ്പെർമിയോജെനിസിസ് എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്ന സ്പെർമാറ്റിഡിനകത്ത് ഡിഫറൻസിയേഷൻ നടക്കും. വാക്ക് പഠിക്കണം. സ്പെർമാറ്റിഡ് എന്ന ഒരു ഹാപ്ലോയിഡ് സെല്ലാണ് സ്പെർമാറ്റിഡ്. ആ ഓരോ ഹാപ്ലോയിഡ് സെല്ലായ സ്പെർമാറ്റിഡിനകത്തും ഡിഫറൻസിയേഷൻ നടക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്യും. അതിന് ഒരു ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ, ഇപ്പം നമ്മൾ പഠിക്കും. ഇങ്ങനെ പല ഘടനയുണ്ടായി ഒരു സ്പെർമിൻ്റേതായ സ്ട്രക്ചറിലേക്ക് ഇത് പരിവർത്തിക്കപ്പെടും. അപ്പോൾ ഒരു ഹാപ്ലോയിഡ് സെല്ലായ സ്പെർമാറ്റിഡ് പരിവർത്തിക്കപ്പെട്ട ഒരു സ്പേമായി മാറുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താ സ്പെർമിയോജെനിസിസ്? ഡെഫിനിഷൻ പറഞ്ഞു നോക്കി. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഇൻറ്റു സ്പേം ഈസ് കോൾഡ് ആസ് സ്പെർമിയോജെനിസിസ്. സ്പെർമാറ്റിഡ് സ്പേമായി മാറുന്ന പ്രോസസ്സിനെ നമ്മൾ സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്പെർമാറ്റിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പെർമാറ്റിഡ് പതുക്കെ ഡിഫറൻസിയേഷൻ നടന്ന് സ്പേമായി മാറാൻ തുടങ്ങുന്ന സമയത്തേക്ക് സംഭവിക്കുന്നത് എന്താ? ഈ സ്പേമിൻ്റെ ഹെഡ്, ഞാനിപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വ്യക്തമായി പറഞ്ഞുതരാം. സ്പേമിൻ്റെ ഹെഡ് സെർട്ടോളി സെൽസിൽ ആയിട്ട് മുങ്ങിക്കിടക്കും. സെർട്ടോളി സെൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നഴ്സിംഗ് സെൽസാണ്, നറിഷിംഗ് സെൽസാണ്. ഈ സ്പേമിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സെർട്ടോളി സെൽസിനകത്തേക്ക് ഇമേഴ്സ് ചെയ്തിട്ടാണ് സ്പേമിൻ്റെ ഹെഡ് കിടക്കും. എന്നിട്ട് പതുക്കെ എന്ത് സംഭവിക്കും? ആക്ച്വലി ഇത് ഡെവലപ്പ് ചെയ്തത് ഏകദേശം സ്പേമായി കഴിയുമ്പോൾ ദി സ്പേം ഈസ് റിലീസ്ഡ് ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് നിന്ന് സ്പേമിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് സ്പെർമിയേഷൻ. ആ പ്രോസസ്സിനെ നമ്മൾ സ്പെർമിയേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ആക്ച്വലി ദ പ്രോസസ് ഓഫ് റിലീസിങ് ദ മെച്യൂർഡ് സ്പേം ഫ്രം ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈസ് കോൾഡ് ആസ് സ്പെർമിയേഷൻ. അപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സ്പെർമിയേഷൻ നടന്നിട്ട് നമ്മൾ പിന്നെ പഠിക്കാം. എന്നാലും സ്പെർമിയേഷൻ നടന്നിട്ട് ഈ പുറത്തേക്ക് പോകുന്ന സ്പേം നേരെ റീറ്റേ ടെസ്റ്റിസ് വഴി വാസ് എഫറൻസ് വഴി നേരെ എപ്പിഡൈഡിമിസിൽ ചെല്ലും. എപ്പിഡൈഡിമിസിലാണ് ഇതിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതെന്ന് നമ്മൾ അവിടെ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഈ സ്പേമിനെ കൊണ്ടുപോയി അവിടെ സ്റ്റോർ ചെയ്യും. ഓക്കെ,
അപ്പോൾ നോക്കി, അപ്പോൾ നമ്മൾ സ്പെർമാറ്റോജെനിസിസ് പഠിച്ചു. സ്ക്രീനിൽ ഒന്നുകൂടെ നോക്കി, ഞാൻ അതിന് സീക്വൻഷ്യൽ ഫോമിൽ ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. റെപ്രസെൻറ്റേഷൻ നിങ്ങൾ നോക്കി. അപ്പോൾ സ്പെർമാറ്റോഗോണിയ അല്ലെങ്കിൽ സ്പേം മദർ സെൽ ഡിപ്ലോയിഡ് ആണ്. അത് റിപ്പീറ്റഡ് മൈറ്റോസിസിന് വിധേയമാകുന്നു. റിപ്പീറ്റഡ് മൈറ്റോസിസിന് വിധേയമായതിനു ശേഷം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്യുന്നു. സ്റ്റിൽ ഡിപ്ലോയിഡ് ആണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസിന് വിധേയമാകുന്നു. മിയോസിസിനകത്ത് 2 ഡിവിഷൻസ് ഉണ്ട്. സ്ക്രീനിൽ നോക്കി വേണം. അതിനകത്ത് 2 ഡിവിഷൻ, മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അതിലെ ഫസ്റ്റ് ഡിവിഷൻ മിയോസിസ് 1 കഴിയുമ്പോഴത്തേക്ക് 2 ഹാപ്ലോയിഡ് സെൽസ് ഫോം ചെയ്യുന്നു. ഹാപ്ലോയിഡ് സെൽസിനെ നമ്മൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കുന്നു. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 2 വിധേയമാകുന്നു. മിയോസിസ് 2 വിധേയമായതിനു ശേഷം ഉണ്ടാകുന്ന സെല്ലുകളെ നമ്മൾ സ്പെർമാറ്റിഡ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പെർമാറ്റിഡ്സ് ഫോം ചെയ്യും. ആ 4 സ്പെർമാറ്റിഡ്സും ഹാപ്ലോയിഡ് ആണ്. അതോടുകൂടി ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് കഴിഞ്ഞു. സ്പെർമിയോജെനിസിസിനകത്ത് ഈ സ്ക്രീനിലേക്ക് നോക്കി, ഈ ഓരോ സ്പെർമാറ്റിഡിനകത്ത് ഡിഫറൻസിയേഷൻ നടക്കുന്നു. അത് ഏകദേശം ആ ഹാപ്ലോയിഡ് സെല്ല് ഒരു സ്പെർമിൻ്റെ സ്ട്രക്ചറിലേക്ക് പരിവർത്തിക്കപ്പെടുന്നു. അതിനെ നമ്മൾ സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കും. അപ്പോൾ സ്പെർമിയോജെനിസിസ് കഴിഞ്ഞുണ്ടാകുന്ന സ്ട്രക്ചേഴ്സാണ് സ്പേം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് സ്പേമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പഠിച്ച സ്പെർമാറ്റോജെനിസിസ് പൂർണ്ണമായും ഹോർമോണൽ റെഗുലേഷൻ അല്ലെങ്കിൽ ഹോർമോണൽ ഇൻഫ്ലുവൻസിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നവരെ ഈ അവയവങ്ങളെല്ലാം അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെയും യാതൊരുവിധമായ റിപ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് നടക്കുന്നില്ല. അവൻ ഏകദേശം തിയററ്റിക്കലി ഒരു 10, 12, 13 വയസ്സിനകത്തുള്ള പ്രായത്തിലാണ് സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെച്ചാൽ അവൻ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നത്? എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ ഒരു ഹോർമോണൽ ഫങ്ഷനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എവിടെയാണ് തുടങ്ങുന്നത് നോക്കിയേ, സ്ക്രീനിലേക്ക് നോക്കിയേ. ഈ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന പ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസിൽ, ബ്രെയിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കഴിഞ്ഞ വർഷം ന്യൂറൽ കോർഡിനേഷൻ എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ആ ബ്രെയിൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും സുപ്രീമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സ്ട്രക്ചറാണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസിൽ നിന്ന് ഒരു ഹോർമോൺ റിലീസ് ചെയ്യും. ഇറ്റ് ഈസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, GnRH എന്ന് പറയും. GnRH സ്ക്രീനിലേക്ക് നോക്കിയേ, GnRH അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്കാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാസ്റ്റർ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്, എല്ലാ ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച്, ബ്രെയിനിൽ തന്നെയുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ച് പഠിച്ചു. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹാസ് 3 ലോബ്സ്. അതിലെ ആൻറ്റീരിയർ ലോബിനെ, ആൻറ്റീരിയർ, മിഡിൽ, പോസ്റ്റീരിയർ ലോബ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നീറ്റൊക്കെ എഴുതുന്നവർ ശ്രദ്ധിക്കണം. ദ ആൻറ്റീരിയർ ലോബ് ഈസ് കോൾഡ് ആസ് അഡിനോഹൈപ്പോഫൈസിസ്. ആൻറ്റീരിയർ ലോബ് ഈസ് കോൾഡ് ആസ് അഡിനോഹൈപ്പോഫൈസിസ്. അപ്പോൾ ഈ അഡിനോഹൈപ്പോഫൈസിസിലേക്കാണ് ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എത്തുന്നത്. അപ്പോൾ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഈ അഡിനോഹൈപ്പോഫൈസിസിൽ എത്തിക്കഴിഞ്ഞാൽ അഡിനോഹൈപ്പോഫൈസിസ് ബിക്കം സ്റ്റിമുലേറ്റഡ്. അഡിനോഹൈപ്പോഫൈസിസ് സ്റ്റിമുലേറ്റഡ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് ഏതാണ്ട് ഒരു 7 ഹോർമോൺസ് അഡിനോഹൈപ്പോഫൈസിസ് നിന്ന് റിലീസ് ചെയ്യുന്നു. അതിലെ റിപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹോർമോൺസ് ഉണ്ട്. അതിൽ ഒന്ന് LH അല്ലെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ. സെക്കൻഡ് വൺ ഇറ്റ് ഈസ് FSH ഓർ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ 2 ഹോർമോൺസ് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അപ്പോൾ നോക്കി, ഞാൻ പറയാം. ഹൈപ്പോതലാമസിൽ നിന്ന് GnRH റിലീസ് ചെയ്യുന്നു. GnRH നേരെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എത്തുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബായ അഡിനോഹൈപ്പോഫൈസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അഡിനോഹൈപ്പോഫൈസിസിൽ നിന്ന് 2 ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. ഒന്ന് ലൂട്ടിനൈസിങ് ഹോർമോണും രണ്ടാമത്തത് FSH അല്ലെങ്കിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. അപ്പോൾ ഇതിലെ ലൂട്ടിനൈസിങ് ഹോർമോൺ നേരെ നമ്മുടെ സെൽസ് ഓഫ് ലേഡിഗിലേക്ക് എത്തുന്നു. ടെസ്റ്റിസ് നമ്മൾ പഠിച്ചാണ്. സെൽസ് ഓഫ് ലേഡിഗിലുള്ള ടെസ്റ്റിസിനകത്തുള്ള സെൽസ് ഓഫ് ലേഡിഗിലേക്ക് എന്തെത്തുന്നു? ഈ ലൂട്ടിനൈസിങ് ഹോർമോൺ എത്തുന്നു. അപ്പോൾ ലൂട്ടിനൈസിങ് ഹോർമോൺ എത്തുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അത് ലൂട്ടിനൈസിങ് ഹോർമോൺ സെൽസ് ഓഫ് ലേഡിഗിൽ എത്തിക്കഴിയുമ്പോൾ അതിനകത്ത് മെയിൽ സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മെയിൽ സെക്സ് ഹോർമോൺസ് ആയ ആൻഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. പർട്ടിക്കുലർലി മെയിൽ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. ഈ ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ചെയ്യും. ദാറ്റ്സ് എ മേജർ മെയിൽ സെക്സ് ഹോർമോൺ. ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ചെയ്യുമ്പോൾ ടെസ്റ്റിസിനകത്ത്, സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് ഇപ്പോൾ നമ്മൾ പഠിച്ച സ്പെർമാറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യും. റൈറ്റ്. രണ്ടാമത് നോക്കി, FSH എന്ന് പറഞ്ഞൊരു ഹോർമോൺ വന്നു. FSH എന്ന് പറഞ്ഞ ഹോർമോൺ നേരെ വന്ന് സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അത് സ്പെർമിയോജെനിസിസിനെ പ്രൊമോട്ട് ചെയ്യും. എന്തിനെ പ്രൊമോട്ട് ചെയ്യും? സ്പെർമിയോജെനിസിസ്. അപ്പോൾ ഒന്നുകൂടെ സ്ക്രീനിൽ നോക്കി, ഹൈപ്പോതലാമസിൽ നിന്ന്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഹൈപ്പോതലാമസിൽ നിന്ന് GnRH അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ വരുന്നു. അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബായ അഡിനോഹൈപ്പോഫൈസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അഡിനോഹൈപ്പോഫൈസിസിൽ നിന്ന് 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്ന് ലൂട്ടിനൈസിംഗ് ഹോർമോണും 2 ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും. ലൂട്ടിനൈസിംഗ് ഹോർമോൺ നേരെ ടെസ്റ്റിസിലെ സെൽസ് ഓഫ് ലേഡിഗിലേക്ക് എത്തുന്നു. സെൽസ് ഓഫ് ലേഡിഗിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സെൽസ് ഓഫ് ലേഡിഗിൽ നിന്ന് ആൻഡ്രജൻ അല്ലെങ്കിൽ പർട്ടിക്കുലർലി മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ റിലീസ് ചെയ്യുന്നു. ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് സ്പെർമാറ്റോജെനിസിസിന് തുടക്കമാകുന്നു, സ്പെർമാറ്റോജെനിസിസിന് കാരണമാകുന്നു. അപ്പുറത്ത് പോയ FSH നോക്കി, FSH നേരെ സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അത് സ്പെർമിയോജെനിസിസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ദ ഹോർമോണൽ റെഗുലേഷൻ ഓഫ് സ്പെർമാറ്റോജെനിസിസ്. ഓക്കെ, അപ്പോൾ നോക്കി, നമ്മൾ സ്പെർമാറ്റോജെനിസിസ് പഠിച്ചു. സ്പെർമാറ്റോജെനിസിന് ശേഷം സ്പേം ഫോം ചെയ്തു എന്ന് പഠിച്ചു. ഈ സ്പേമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കി. സ്പേമിനെ നമുക്ക് ഡയഗ്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്പേം ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 4 റീജിയൻസ്. ദേ ആർ ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ.
Sperm has 4 regions. The 4 regions are, there is an anterior head. ഏറ്റവും മുൻവശത്തായിട്ടൊരു തല പോലെ ഇരിക്കുന്ന ഭാഗമുണ്ട്, അല്ലെങ്കിൽ തലയുണ്ടെന്ന് തന്നെ വിചാരിക്കും. ഹെഡ് ഉണ്ട്. ഹെഡ് കഴിഞ്ഞാൽ there is a short neck is present. വളരെ ചെറിയ നേർത്ത ഒരു നെക്ക് കാണാൻ പറ്റും. നെക്ക് ഈസ് ഫോളോഡ് ബൈ എ മിഡിൽ പീസ്. അടുത്ത ഭാഗത്ത് നമ്മൾ മിഡിൽ പീസ്, ഡയഗ്രത്തെ ശ്രദ്ധിക്കണം, മിഡിൽ പീസ് എന്ന് വിളിക്കും. ആൻഡ് ദ പോസ്റ്റീരിയറിലെ വൈബ്രറ്റൈൽ വിപ്പ് ലൈക്ക് ടെയിൽ, ചാട്ട പോലെയുള്ള വലിയ ഒരു ടെയിലും കാണും. ദിസ് ഈസ് ആക്ച്വലി ദ സ്ട്രക്ചർ ഓഫ് ദ സ്പേം. ഇനി ഓരോ നോക്കിയേ, ഹെഡ് നോക്കിയേ. ദ ആൻറ്റീരിയർ ഹെഡ് ഈസ് ഓവൽ ഓർ സ്പൂൺ ഷേപ്ഡ്. ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ സ്പൂൺ ഷേപ്പിലുള്ള ഒരു ഹെഡ് കാണാൻ പറ്റും. ഹെഡിൻ്റെ സെൻട്രലായിട്ട് ഏതാണ്ട് ഹെഡിൻ്റെ ഷേപ്പിലുള്ള ഒരു ന്യൂക്ലിയസ് കാണും. ദാറ്റ് ന്യൂക്ലിയസ് ഈസ് ഹാപ്ലോയിഡ്. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ദ എൻറ്റയർ സ്പേം ഈസ് കവേർഡ് ബൈ എ പ്ലാസ്മ മെംബ്രെയിൻ. ഇതിൻ്റെ ഹെഡും നെക്കും മിഡിൽ പീസും ടെയിലും എല്ലാം കവർ ചെയ്ത് നമുക്കൊരു പ്ലാസ്മ മെംബ്രെയിൻ കാണാൻ പറ്റും. ഔട്ടർ കവറിങ് ഈസ് പ്ലാസ്മ മെംബ്രെയിൻ. ദെൻ തിരിച്ചു വന്നേ, ഹെഡിൽ നോക്കി, ഹെഡ് സ്പൂൺ ഷേപ്ഡ് ആണ്, ഓവൽ ഷേപ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആ ഓവൽ ഷേപ്ഡ് ഹെഡിൻ്റെ സെൻട്രലായിട്ട് ഏകദേശം അതേ ഷേപ്പിൽ തന്നെ, ഹെഡിൻ്റെ ഷേപ്പിൽ തന്നെ ഉള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസ് ആപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ആപ്ലോയിഡ് ന്യൂക്ലിയസ് ആണ്. ഇനി ഹെഡിൻ്റെ ടിപ്പിൽ നോക്കിയത്, ദർ ഇസ് എ very important significance. ഹെഡിൻ്റെ ടിപ്പിലായിട്ട് there is a cap-like structure is present. This cap-like structure is called as acrosome. ഈ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ അക്രോസോം എന്ന് വിളിക്കും. ഇത് നീറ്റൊക്കെ എഴുതുന്നവർ ശ്രദ്ധിക്കണം, അക്രോസോം ഫോം ചെയ്ത് വരുന്ന ഗോൾജി ബോഡീസിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിവേ ഈ അക്രോസോമിനകത്ത് നോക്കൂ, ഈ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ, ഇപ്പോൾ തലയിൽ ഒരു തൊപ്പി വെച്ചേക്കുന്ന പോലെ സ്പേമിൻ്റെ ഹെഡിൻ്റെ ടിപ്പിൽ വെച്ചിരിക്കുന്ന ഈ തൊപ്പി, ആ തൊപ്പിക്കകത്ത് അക്രോസോമിനകത്ത് ഒരു എൻസൈം ഉണ്ട്. ദിസ് എൻസൈം ഈസ് കോൾഡ് ആസ്, നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നവർ ശ്രദ്ധിക്കണം, ദിസ് എൻസൈം ഈസ് കോൾഡ് ആസ് ഹയാലുറോണിഡേസ്. ഈ എൻസൈമിനെ നമ്മൾ ഹയാലുറോണിഡേസ് എന്ന് വിളിക്കും. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നുള്ള കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഒരു എൻസൈം നിറഞ്ഞ ഒരു തൊപ്പി സ്പേമിൻ്റെ ഹെഡിലുണ്ട്, അതിനെ അക്രോസോം എന്ന് വിളിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹെഡ്. ഹെഡ് കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് എ ഷോർട്ട് നെക്ക് ഈസ് പ്രസൻറ്റ്. നെക്കിനകത്ത് 2 സെൻട്രിയോൾസ് കാണും, മുന്നിലും ബാക്കിലുമായിട്ട്. ഈ സെൻട്രിയോൾസിനെ നമ്മൾ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ സെൻട്രിയോൾസ് എന്ന് വിളിക്കും. നീറ്റ് എഴുതുന്നവർ നോക്കി വേണം, സെൻട്രിയോൾസ് ഉള്ളത് നെക്കിലാണ്. നെക്ക് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് റീജിയൻ ഈസ് കോൾഡ്, കുറച്ചുകൂടെ തിക്കായിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഡയഗ്രം നോക്കി, പിക്ചർ ശ്രദ്ധിച്ചോണം. ആ തിക്ക് റീജിയനെ നമ്മൾ മിഡിൽ പീസ് എന്ന് വിളിക്കും, മധ്യഭാഗം മിഡിൽ പീസ്. മിഡിൽ പീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മിഡിൽ പീസിനകത്ത് ദർ ഇസ് എ തിക്ക് ബാൻഡ് ഓഫ് മൈറ്റോകോൺട്രിയ ഈസ് പ്രസൻറ്റ്. വളരെ വളരെ ശക്തമായ അല്ലെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് മൈറ്റോകോൺട്രിയ ഈസ് പ്രസൻറ്റ്. എന്താണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മൈറ്റോകോൺട്രിയ ഈസ് കൺസിഡർഡ് ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ. ഇപ്പോൾ ഒരു സെല്ലിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഊർജ്ജം പ്രൊവൈഡ് ചെയ്യുന്ന, എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ ആ മൈറ്റോകോൺട്രിയയാണ് മിഡിൽ പീസിലുള്ളത്. ഇനി മിഡിൽ പീസ്, അവിടെ ഒരു കാര്യം കൂടെ നീറ്റ് എഴുതുന്നവർ മനസ്സിലാക്കണം, ഈ മിഡിൽ പീസിനെ കവർ ചെയ്ത്, ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല, മിഡിൽ പീസിനെ കവർ ചെയ്ത് ദർ ഇസ് എ തിൻ ലെയർ ഓഫ് സൈറ്റോപ്ലാസം ഈസ് പ്രസൻറ്റ്. ദിസ് തിൻ ലെയർ ഓഫ് സൈറ്റോപ്ലാസം ഈസ് കോൾഡ് ആസ് മാൻഷെറ്റ്. ഇതിനെ നമ്മൾ മാൻഷെറ്റ് എന്ന് വിളിക്കും. പോട്ടെ, നീറ്റ് എഴുതുന്നവർ മാത്രം മനസ്സിലാക്കുക. ദെൻ അതിനുശേഷം മിഡിൽ പീസ് കഴിഞ്ഞാൽ നിങ്ങൾ പിക്ചറിലേക്ക് നോക്കിയാൽ വളരെ നീളമുള്ള ഒരു ഫ്ലജല്ല പോലെയുള്ള വളരെ നീളമുള്ള വിപ്പ് ലൈക്ക് ഒരു ടെയിൽ കാണും. ഈ വിപ്പ് ലൈക്ക് ടെയിലോട് കൂടി ഇതിൻ്റെ സ്ട്രക്ചർ അവസാനിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, എന്തിനാണ് ഈ ടെയിലെന്ന് നോക്കി. സ്പേമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കണം, സ്പേം ഒരു മോട്ടൈൽ സ്ട്രക്ചറാണ്, മൂവിങ് എബിലിറ്റി ഉള്ള സ്ട്രക്ചറാണ്. ഈ മൂവിങ് എബിലിറ്റി കിട്ടണമെങ്കിൽ എങ്ങനെയാണ് മൂവിങ് എബിലിറ്റി കിട്ടുന്ന നോക്കിയേ. ദ റിപ്പീറ്റഡ് വൈബ്രട്ടൈൽ മൂവ്മെൻറ്റ് ഓഫ് ദ ടെയിൽ, വാലിട്ടിങ്ങനെ അടിക്കുമ്പോൾ സ്പേമിൻ്റെ ഹെഡ് ഭാഗം മുന്നേറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ വൈബ്രട്ടൈൽ ടെയിൽ എന്ന് വെച്ചാൽ വൈബ്രട്ടൈൽ ആക്ഷൻ ഓഫ് ദ ടെയിൽ എൻഷുർ ചെയ്യണമെങ്കിൽ, അത് നടക്കണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. ആ എനർജി ആക്ച്വലി ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? മൈറ്റോകോൺട്രിയ പ്രൊവൈഡ് ചെയ്യും. റൈറ്റ്. അപ്പോൾ ഇവിടെ എപ്പിഡൈഡിമിസ് സ്റ്റോർ ചെയ്യുന്ന സ്പേം ഒരുപാട് ദൂരം സഞ്ചരിക്കണം ഫെർട്ടിലൈസേഷൻ എത്തണമെങ്കിൽ, നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ അത്രയും ദൂരം സ്പേം തനിയെ സഞ്ചരിച്ചാണ് പോകുന്നത്. സെൽഫ് മൂവിങ് ആണ്, അതാണ് മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ മൂവിങ് എബിലിറ്റി. ആ മൂവിങ് എബിലിറ്റി കിട്ടുന്ന ഈ 2 ഫംഗ്ഷൻസ് കൊണ്ടാണ്. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ദ സ്ട്രക്ചർ ഓഫ് ദ സ്പേം. ഇനി സ്പേമിനെ കുറിച്ച് 2 കാര്യങ്ങളൂടെ പറഞ്ഞോട്ടെ. ഒരു പ്രാവശ്യം ഒരു കോയിറ്റസ് എന്ന വാക്ക് നിങ്ങൾ പഠിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, COITUS. കോയിറ്റസ് മീൻസ് മേറ്റിംഗ് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് എന്നൊക്കെ പറയും, ഇണചേരുക എന്ന് പറയും. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പുരുഷൻ ഒരു കോയിറ്റസിൽ പങ്കെടുക്കുന്ന സമയത്ത്, ഞാൻ അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു, 1 to 4 ml ഓഫ് സെമൻ ഇജാക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സിംഗിൾ ഇജാക്കുലേഷനകത്ത് ഒരു പ്രാവശ്യം ഒരു മെയിൽ കോയിറ്റസിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇജാക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 ml അപ്രോക്സിമേറ്റ്ലി 3 to 4 ml സെമൻ റിലീസ് ചെയ്യുമെങ്കിൽ ഏകദേശം 200 to 300 മില്യൺ സ്പേംസിനെ ഇജാക്കുലേറ്റ് ചെയ്യും, പുറത്തേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന 200 to 300 മില്യൺ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനകത്ത് ഏകദേശം ഒരു 40 മില്യൺ സ്പേംസ് എങ്കിലും ഹൈലി വൈബ്രട്ടൈൽ ആക്ടിവിറ്റി ഉള്ളവരായിരിക്കണം. അതിൻ്റെ സൈസും ഷേപ്പും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം.
അപ്പോൾ ഇതൊരു നിർബന്ധമാണ്. അപ്പോൾ ഒരു 40% മുകളിലുള്ള സ്പേംസ് വളരെ ഹെൽത്തി ആയിരിക്കണം. അത് സൈസും ഷേപ്പും എല്ലാം അപ് ടു ദ മാർക്കായിരിക്കണം. ദെൻ അതിൻ്റെ വൈബ്രറ്റൈൽ ആക്ടിവിറ്റിയും അതിൻ്റെ മോട്ടിലിറ്റിയും പെർഫെക്റ്റ് ആയിരിക്കണം. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ ആ പുരുഷനെ നമുക്ക് എന്താണെന്ന് കണക്കാക്കാൻ പറ്റൂ, ഫെർട്ടൈലാണെന്ന് കണക്കാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പെർമാറ്റോജെനിസിസ് ഗെമറ്റോജെനിസിസ് എന്ന് പറഞ്ഞ് ഈ ക്ലാസ് തുടങ്ങി. അതിൽ സ്പെർമാറ്റോജെനിസിസ് പഠിച്ചു, സ്പെർമാറ്റോജെനിസിൻ്റെ ഹോർമോണൽ റെഗുലേഷൻസ് പഠിച്ചു, ഒപ്പം സ്പേമിൻ്റെ സ്ട്രക്ചറും പഠിച്ചു. അപ്പോൾ ആനുവൽ എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, സ്ക്രീനിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: സപ്പോസ് എ സ്പേം ഈസ് ഫോംഡ് വിത്തൗട്ട് mitochondria in the middle piece and tail. State how it affects the function of the sperm. നോക്കൂ, ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ ആണ്. ഒരു തിയററ്റിക്കലി കറക്റ്റായ ചോദ്യമാണെന്ന് വെച്ചാൽ ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ സ്പേമിൻ്റെ സ്ട്രക്ചർ മുഴുവൻ പഠിച്ചു. ഒരു സ്പേം ഉണ്ടായപ്പോൾ ആ സ്പേമിനകത്ത് അതിൻ്റെ മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ ഇല്ല. ഒപ്പം തന്നെ ആ സ്പേം ഒരു അംഗവൈകല്യമുള്ള സ്പേമാണെന്ന് വെച്ചാൽ അതിന് ഏറ്റവും പോസ്റ്റീരിയർ പോർഷനായ ടെയിലും ഇല്ല. ഇങ്ങനെയാണ് ഒരു സ്പേം ഉണ്ടായെങ്കിൽ ആ സ്പേമിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചത്. എന്തായിരിക്കും സംഭവിക്കുക? ആ സ്പേം ഫംഗ്ഷൻലെസ് ആയിരിക്കും. ദാറ്റ്സ് എ മെയിൻ ആൻസർ. എങ്ങനെയാണ് ഫംഗ്ഷൻലെസ് ആകുക? അതിനൊരു വൈബ്രറ്റൈലായ ടെയിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോസ്റ്റീരിയർ വിപ്പിലേക്ക് ടെയിൽ ഇല്ല എങ്കിൽ ആ ടെയിലിൻ്റെ വൈബ്രറ്റൈൽ ആക്ഷൻ കൊണ്ടാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകേണ്ടത്. അപ്പോൾ ടെയിൽ ഇല്ല എങ്കിൽ അത് മൂവ് ചെയ്യില്ല എന്നുള്ള ആദ്യത്തെ പോയിന്റ്. ഇനി 2, ടെയിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആ ടെയിൽ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ മിഡിൽ പീസിൽ ആ വൈബ്രറ്റൈൽ ആക്ഷൻ ഓഫ് ദ ടെയിൽ പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മൈറ്റോകോൺട്രിയ വേണം. ഇവിടെ ആ മൈറ്റോകോൺട്രിയ ഇല്ല. അപ്പോൾ ഇത് രണ്ടുമാണ് ഉത്തരമായി എഴുതേണ്ടത്. മൈറ്റോകോൺട്രിയ ഇല്ലാത്തതുകൊണ്ട് എനർജി പ്രൊവൈഡ് ചെയ്യത്തില്ല. 2, ടെയിൽ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ വൈബ്രറ്റൈൽ ആക്ഷൻ നടക്കത്തില്ല. തൽഫലമായി ഈ സ്പേം ഒരു ഇനാക്റ്റീവ് സ്പേം ആയിരിക്കും, നോൺ മോട്ടൈൽ സ്പേം ആയിരിക്കും. നോൺ മോട്ടൈൽ സ്പേം ഈസ് ഫങ്ഷൻലെസ് സ്പേം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ശ്രദ്ധിക്കുക. എഗെയിൻ എല്ലാ ക്ലാസ്സിലും തരാറുള്ളതുപോലൊരു അസൈൻമെൻറ്റ് 2-3 ചോദ്യങ്ങൾ ആനുവൽ എക്സാമിനേഷന് വരുന്ന രീതിയിലുള്ളത് ചെയ്യണം. ഇതിൻ്റെ ഡയഗ്രാംസ് എല്ലാം ഞാൻ അതാത് സ്ഥലങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. ഡയഗ്രാംസ് വെച്ച് വേണം നിങ്ങൾ തിയറി പഠിക്കാൻ, എങ്കിലേ കാര്യങ്ങൾ മനസ്സിലാക്കൂ. പ്രത്യേകിച്ച് സ്പേമിൻ്റെയൊക്കെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ സ്പെർമാറ്റോജെനിസിസ് നന്നായിട്ട് എഴുതി പഠിക്കണം. അതിൻ്റെ സീക്വൻഷ്യലായിട്ട് അതിൻ്റെ എങ്ങനെയാണ് സെൽ ഡിവിഷൻ പാറ്റേൺ വരുന്നതെന്ന് എഴുതി പഠിക്കണം. അതുപോലെ അതിൻ്റെ ഹോർമോണൽ ആക്ഷനെ കുറിച്ച് പഠിക്കണം. ഈ ഏരിയയിൽ നിന്നുള്ള 2 ചോദ്യങ്ങൾ ആനുവൽ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഞാൻ നീറ്റ് പരീക്ഷയ്ക്ക് വരുന്നതിൻ്റെ സമയത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൂടെ പ്രിപ്പയർ ചെയ്യണം. നീറ്റ് എക്സാമിനേഷന് വേണ്ടുന്ന ക്വസ്റ്റ്യൻസും കമ്പയർ ചെയ്യണം. താങ്ക്സ് എ ലോട്ട്.